അനുദിന ജീവിതത്തിന്റെ ആകുലതകളെ, ഉത്കണ്ഠകളെ, അമിതമായ ദുഃഖങ്ങളെ ഒക്കെ എങ്ങനെ നേരിടണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദുഃഖം അതെങ്ങനെ നമ്മൾ ഉത്കണ്ഠകളിലേക്കും ആകുലതകളിലേക്കും പര്യവസാനിപ്പിക്കുന്നു എന്നും അതെങ്ങനെ നമ്മുടെ ആത്മാവിന്റെ മേല് നിയന്ത്രണമായി പിശാചിന് അധികാരമായി മാറുന്നുവെന്നും കൂടിയാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഉത്കണ്ഠയുള്ള മനസ്സ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ അല്ല. കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ഭരിക്കുന്ന വൈകാരികതകളുടെ പിന്നിൽ ഒരു തിന്മയുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമിത ആകുലത, അമിത ദുഃഖം, അമിത ഉത്കണ്ഠ, അവയാൽ നിയന്ത്രിക്കപ്പെടുന്നവര്, ഭരിക്കപ്പെടുന്നവരുടെ മേൽ പിശാചിന് അധികാരമുണ്ട്, ആ തിന്മയ്ക്ക് സ്വാധീനമുണ്ടെന്ന് എന്നെ ശ്രവിക്കുന്ന ഓരോ മകനും മകളും മനസ്സിലാക്കണം. പത്രോസിന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അച്ഛൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് ശരിക്കും പറഞ്ഞ ഈ വചനം നമ്മളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ എളിമപ്പെട്ട് നിൽക്കുവിൻ. എന്റെ വചനം കൂട്ടിച്ചേർക്കുന്നു, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. താഴ്മയോടെ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിന്നോ തക്ക സമയം, കൃത്യസമയം, ദൈവത്തിന്റെ സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, നിങ്ങളുടെ ആകുലതകളെല്ലാം, നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും, എല്ലാം എന്നാ പറഞ്ഞിരിക്കുന്നത്, എല്ലാം നിന്നെ ആകുലപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന വിഷയമുണ്ടല്ലോ, അതും കൂടി അച്ഛൻ പറയുന്നത്, അതും കൂടി എന്താ ദൈവം പറയുന്നത്. എന്നെ ശ്രവിക്കുന്ന ഈ സമയത്ത് നീ എന്തിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു? നിന്റെ ഭാവിയെ കുറിച്ചോ, നിന്റെ മക്കളെ കുറിച്ചോ, നിന്റെ കുടുംബത്തെ കുറിച്ചോ, നിന്റെ രോഗത്തെ കുറിച്ചോ, നിന്റെ അവസ്ഥകളെ കുറിച്ചോ, നിന്റെ സാഹചര്യത്തെ കുറിച്ചോ, നിനക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ, എന്തിനെ കുറിച്ചെല്ലാം നീ ഇപ്പോൾ ഉത്കണ്ഠാകുലയാകുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ എല്ലാ ഉത്കണ്ഠകളും, നിന്റെ എല്ലാ ആകുലതകളും ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിനെ ഏൽപ്പിക്കുവിൻ. കർത്താവ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. മോനെ എന്നെ ശ്രവിക്കുമ്പോ ഈ നിമിഷം നിന്റെ ഹൃദയത്തിൽ നീ എടുക്കേണ്ട ഒരു സുവിശേഷമാണ് നിന്നെ കുറിച്ച് ഈ നിമിഷത്തിലും നിന്റെ ദൈവം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ വേദനകളെ കുറിച്ച്, നിന്റെ വിഷമങ്ങളെ കുറിച്ച്, നിന്റെ നൊമ്പരങ്ങളെ കുറിച്ച്, നിന്റെ കണ്ണുനീരെ കുറിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ദൈവം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, നിന്റെ ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥൻ ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാപം കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കുന്ന തിന്മ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അത് ഉത്കണ്ഠയാണ്, ആകുലതയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, പാപം കഴിഞ്ഞാൽ ഒരാത്മാവിനെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നത്, കൂടുതൽ നശിപ്പിക്കുന്നത്, അങ്ങനെ വേണം പറയാനായിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് ആകുലതയാണ്, ഉത്കണ്ഠയാണ്. കാരണം ആകുലപ്പെടുന്നവന്, അമിതമായ ഉത്കണ്ഠാകുലരാകുന്നവന് ദൈവമില്ല, അവൻ ദൈവത്തെ മാറ്റി നിർത്തി